രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ചെക്കനൊരാഗ്രഹം ഒരു മൺസൂൺ റൈഡ് പോകണമെന്ന്. എന്നാൽ പിന്നെ അച്ഛനെയും അമ്മേനെയും കൂട്ടി ഒരു ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടത് അതിരപ്പള്ളി വാഴച്ചാൽ സൈഡിലേക്കാണ്. പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, വെറുതെ ഒരു ഡ്രൈവ് പോകണം. വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ സൺഡേയാണ് പോയത്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ്ഡായി റിലാക്സ്ഡ് ആയിട്ട് വരാം എന്നൊക്കെ ഓർത്തു. അങ്ങനെ കുറേ മരങ്ങളും കാടുകളൊക്കെ കണ്ടിങ്ങനെ പോവായിരുന്നു. അതിനിടയിലുണ്ടടാ സൈഡിൽ നോക്കിയപ്പോൾ അവിടെയും കോട ഇറങ്ങിയിട്ടുണ്ടായി. ഞങ്ങൾ ഈ അടുത്ത മൂന്നാർ പോയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കോട എക്സ്പീരിയൻസ് ചെയ്തതാണ്. പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ട് ആദ്യമായിട്ടാണ് അതിരപ്പള്ളി സൈഡിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഫോഗ് കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് സത്യം പറഞ്ഞാൽ സർപ്രൈസിങ് ആയിരുന്നു എനിക്ക്. അത് ചെറിയ മഴയും ഒക്കെ എൻജോയ് ചെയ്ത് നല്ലൊരു ഡ്രൈവായിരുന്നു ഇത്. ആക്ച്വലി നമ്മൾ ഏഴാറ്റുമുഖം ആ ഒരു റൂട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് ഈ മൂക്കന്നൂർ, നിങ്ങൾക്കറിയാം, എനിക്കറിയില്ല, അങ്കമാലി സൈഡ് മൂക്കന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ടേൺ ചെയ്തിട്ടാണ് നമ്മൾ പോയത്. എറണാകുളത്തു നിന്നാണ് നമ്മൾ പോയിട്ടുള്ളത്. ആനേനെ സ്പോട്ട് ചെയ്യുമെന്നൊക്കെ നോക്കി കുറച്ച് സ്ലോ ഒക്കെ ആയിട്ടാണ് ആദ്യം പോയത്. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, അവിടെ കുറേ സ്ഥലങ്ങൾ JCB ഒക്കെ വന്ന് ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് എന്തോ പ്ലാന്റേഷന് സെറ്റപ്പ് ചെയ്യുന്നത് പോലെ. അപ്പം ഭാവിയിൽ ഏതെങ്കിലുമൊക്കെ തോട്ടങ്ങൾ ആയി മാറാനുള്ളതായിരിക്കണം അവിടെ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റും ആയിരുന്നു, വെതറും ആയിരുന്നു അവിടെ. വെള്ളവും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളമുണ്ട്. അല്ലാതെ സമ്മറിൽ യൂഷ്വലി നല്ല ഡ്രൈഡപ്പായിട്ട് കിടക്കാറുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം ഒഴുക്കും ഒക്കെ ഉണ്ട് അവിടെ. നമ്മൾ നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്ന്. കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് നമ്മൾ അവിടെ നിന്ന് ആദ്യം ഇറങ്ങിയില്ലായിരുന്നു. അതിരപ്പള്ളി വാഴച്ചാൽ വാട്ടർഫോൾസിൻ്റെ ആ സൈഡിലേക്കൊക്കെ പോവാം എന്നുള്ള പ്ലാനിലായിരുന്നു. വേറെ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻസോ ഇതൊന്നും ഫിക്സ് ചെയ്തിട്ടുണ്ടായില്ല. മലയ്ക്കപ്പാറ പോകണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ഡിസ്കഷൻസ് കാറിൽ നടക്കുന്നുണ്ടായിരുന്നു. വാൽപ്പാറ, മലയ്ക്കപ്പാറ ആ ഒരു സൈഡ്. പക്ഷേ പോയി വരാൻ കുറച്ചധികം ടൈം എടുക്കും എന്നുള്ളൊരു ഡൗട്ടിൽ ഞങ്ങൾ പിന്നെ ഇങ്ങനെ മടിച്ച് നിൽക്കുകയായിരുന്നു. ഇതാണ് അവിടുത്തെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്, സിൽവർ സ്റ്റോം എന്ന് പറയും. സിൽവർ സ്റ്റോമും ഇതേപോലെ തന്നെ വളരെ അടുത്തായിട്ട് തന്നെ ഡ്രീം വേൾഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു അമ്യൂസ്മെൻറ്റ് പാർക്കും ഉണ്ട്. വാട്ടർ തീം പാർക്ക് പോലെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനൊന്ന് നിർത്തി. പഴംപൊരി അത്യാവശ്യം നല്ല പഴുത്ത പഴമായിരുന്നു, എനിക്ക് അങ്ങനത്തെ ഇഷ്ടം, അതുകൊണ്ട് മാത്രം ഞാൻ കഴിച്ചു. പിന്നെന്താ, പോകുമ്പോൾ വെറുതെ ഒരു ചായ കുടി, അവരൊക്കെ ചായ കുടിച്ചു. എന്നിട്ടിങ്ങനെ അവിടെ വിശേഷമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു. അത്യാവശ്യം കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ പയ്യെ അതിരപ്പള്ളിയുടെ അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടേക്ക് പോകാൻ നോക്കിയപ്പോൾ അതാണ് അവസ്ഥ. ഗൂഗിൾ മാപ്പ് മൊത്തം റെഡ് കത്തിക്കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അറ്റത്തേക്ക് പോകണ്ട, അവിടെ വെച്ച് വണ്ടി തിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വെക്കേഷൻ കഴിയാറായതിൻ്റെ തിരക്കായിരിക്കണം. വെച്ച് ഞങ്ങൾ അതിനിടയിൽ ഒരു സ്പോട്ടിൽ നിർത്തിയിട്ട് അവിടെ ആക്ച്വലി ഫെൻസ് ഉണ്ട് അപ്പുറത്തെ സൈഡിൽ. നമ്മൾ എന്തെങ്കിലും അവിടെ നിന്നൊരു വ്യൂ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പയ്യെ ഇറങ്ങി നടന്നു. ഇതങ്ങനെ കോമൺ ഒരു പാത്ത് അല്ല, പക്ഷെ സ്റ്റിൽ നമ്മൾ ഇറങ്ങി ഇങ്ങനെ നടന്നു. അവിടെയും അട്ടയൊക്കെ ഉണ്ടോ, മഴയൊക്കെ പെയ്ത് നടക്കണോണ്ട് അട്ട ഉണ്ടാവുമോ എന്നൊക്കെ പേടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കണ്ട ബട്ടർഫ്ലൈ, എനിക്ക് ഇങ്ങനത്തെ കിളിയും ബട്ടർഫ്ലൈ അങ്ങനെ സാധനങ്ങളൊക്കെ കണ്ട കുറച്ച് കൗതുകം കൂടുതലാണ്. അങ്ങനെ അതിൻ്റെ പുറകെ കുറച്ച് നേരം പോയി. ഇത് പക്ഷേ ഞാൻ ക്യാമറ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് പോകും. അപ്പോൾ പിന്നെ ഞാൻ ദൂരെ നിന്ന് സൂം ചെയ്തങ്ങ് എടുത്തു. പിന്നെ പയ്യെ ഫെൻസ് വരെ ഞങ്ങൾ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർത്തു അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു താഴേക്ക് ഇറങ്ങാനല്ല, താഴേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ഓൾറെഡി താഴേക്ക് എത്തി.
എന്നാൽ പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മളും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു. നല്ല തണുത്ത വെള്ളമായിരുന്നു. അവിടെയും പറഞ്ഞ പോലെ ഒഴുക്കുണ്ട്. മഴയില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി. വെള്ളത്തിലൊക്കെ കുറച്ച് നേരം കളിച്ച്. അവിടെ അങ്ങനെ അധികം ആഴമൊന്നുമില്ല. പിന്നെ മഴ പെയ്തതൊക്കെ കൊണ്ട് അവിടെ തെന്നി വീഴുമോ എന്നുള്ള ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോസിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടിലേക്ക് പോവാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞങ്ങൾ. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മതിയായി. കുറച്ച് വെയിലാവാറായി എന്ന് തോന്നിയപ്പോഴത്തേക്കും മഴക്കാരൊക്കെ മാറിയപ്പോഴത്തേക്കും അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഞങ്ങളത് ഇവിടെ എത്തി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ക്ഷമ നശിക്കാതെ ഒരു ടേബിളിൻ്റെ പുറകെ കാത്തു നിന്ന് നമുക്ക് സ്ഥലം കിട്ടി. ഇത് നല്ല നാടൻ മീൽസും നല്ല അടിപൊളി സൈഡ്സും കിട്ടുന്ന ഒരു സ്പോട്ടാണ്. ഇത് കൊഴുവ, മീൻ മുട്ട, ചെമ്മീൻ ഫ്രൈ, അതേപോലെ ബീഫ് ആൻഡ് പോർക്ക് രണ്ടും കായിട്ട് വെച്ചത്. നല്ല കിടിലൻ ടേസ്റ്റുള്ള ഫുഡാണ്. അതിൻ്റെ കൂടെ നമുക്ക് നല്ല മാങ്ങാക്കറി ഉണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് പായസം ഉണ്ടായിരുന്നു. ചാലക്കുടി ഇലഞ്ഞിപ്പുറ സൈഡിലുള്ള വാസേട്ടൻ്റെ കടയാണ് കേട്ടോ അത്. അങ്ങനെയാണ് പേര്. അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി. വീടിൻ്റെ സൈഡ് എത്തിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ മഴ തുടങ്ങി. ഞങ്ങൾ ലുലുവിലേക്ക് പോവാം, ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അവിടെയും മഴ കാരണമായതുകൊണ്ടാവാം നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ ആ ദിവസം അവിടെ അവസാനിച്ചു.